സിനിമയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഗ്ലാമർ വേഷങ്ങളിൽ അഭിനയിക്കാൻ തുടങ്ങി. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ തെന്നിന്ത്യൻ സിനിമയിലായാലും ബോളിവുഡിലാണെങ്കിലും ഗ്ലാമർ വിട്ടിട്ട് അഭിനയിക്കുന്നതിനോട് ആൾക്കാർക്ക് താല്പര്യമില്ല. പക്ഷെ മീര പലപ്പോഴും ഗ്ലാമർ വിട്ടിട്ട് അഭിനയിച്ചത്. ഗ്ലാമർ എന്നുള്ള ആ കോഷ്യൻ്റ് പലപ്പോഴും പല സിനിമകളിലും മീരയ്ക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു പിടിവാശിയൊന്നും മീര കാണിച്ചിട്ടില്ല. അതൊരു ബോധപൂർവമായൊരു ശ്രമമായിരുന്നു. അതോ ഇറ്റ് ഹാപ്പൻഡ് നാച്ചുറലി, അറിയാതെ സംഭവിച്ചു പോയിട്ടൊരു സംഭവമായിരുന്നു? ഇനീഷ്യലി ഞാൻ അത്ര കംഫർട്ടബിൾ അല്ലായിരുന്നു ഗ്ലാമർ ചെയ്യാൻ. അത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാ. പിന്നെ ഞാൻ അതിലോട്ട് എങ്ങനെയായിപ്പോയി. ഗ്ലാമർ ഇൻ ദ സെൻസ് എങ്ങനെ, ക്ലോത്ത്സിലുള്ള ഗ്ലാമർ ആണോ അതോ അല്ല കുറച്ചുകൂടെ ഗ്ലാമർ പെപ്പി ആയിട്ടുള്ള റോൾസ് ഒക്കെ ഉണ്ടല്ലോ? പെപ്പി റോൾസ്. ഓക്കെ ഞാൻ ബബ്ലിയും ഇപ്പൊ ഞാൻ അച്ഛൻ്റെ അമ്മയിലൊക്കെ ചെയ്തിട്ടുണ്ട് ഭയങ്കര ബബ്ലി ആയിട്ട്. ഇറ്റ് ക്യാൻ ബി അതും പെപ്പിയാന്ന് പറയാം. പക്ഷേ ചില റോൾസ് ഒക്കെ ഇപ്പം തെലുങ്കിലൊക്കെ ഞാനും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞ് ചെയ്യുമ്പോഴത്തേക്കും ഇല്ല, അതങ്ങ് തീരെ ഞാനല്ല. നമ്മളങ്ങ് തീരെ ഒരു സിനിമാറ്റിക് ഒരു ഫീല് വരും അതിനൊക്കെ. അപ്പം ഞാൻ കംഫർട്ടബിൾ അല്ലായിരുന്നു ആ തികച്ചും സിനിമാറ്റിക് ആയിട്ടുള്ള റോൾസ് ചെയ്യാൻ വേണ്ടി. ഇപ്പം അച്ഛൻ്റെ അമ്മ എന്ന് പറയുന്നൊരു മൂവി ഈസ് എ കമേഴ്ഷ്യൽ ഫിലിം, ഒരു കമേഴ്ഷ്യൽ ഫിലിമാണ്. പക്ഷെ അതിനകത്ത് നല്ലൊരു കഥ പറയുന്നു, നല്ല കഥാപാത്രങ്ങളുണ്ട് അതിനകത്ത്. അച്ചു ഒരു ശരിക്കും റിയൽ ലൈഫിൽ നടക്കുന്ന റിയൽ ലൈഫിൽ അങ്ങനെ ഒരു അച്ചു ഉണ്ടായിരിക്കും എവിടെയെങ്കിലും. ചിലപ്പോൾ അച്ചു ഞാനുമായിട്ട് എനിക്ക് ബന്ധപ്പെടുത്താൻ പറ്റും, അല്ലെ വേറെ എവിടെയെങ്കിലും ഒരു അച്ചു ജീവിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ എനിക്കത് വളരെ ഒരു കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് ഈസി ആയിരുന്നു അത് പെർഫോം ചെയ്യാൻ. പക്ഷേ വേറെ നമുക്ക് ഒരുപാട് ഫേക്ക് സിനിമാറ്റിക് ചില എക്സ്പ്രഷൻസ് കൊടുക്കണം, ഭയങ്കര ഓവറായിട്ട്. ഞാൻ ഇൻ റിയൽ ലൈഫ് അത് ചെയ്യത്തില്ല. ചിലപ്പോൾ മൂവിയുടെ ഉള്ളിൽ കുറച്ച് ഓവറായിട്ട് ചെയ്യേണ്ട ഇത് വന്നു കഴിഞ്ഞാൽ ഓക്കെ, ഇത് ഓവർ പ്ലേ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്യും. പക്ഷേ എനിക്ക് ആ കുറ്റം പറയല്ല, മറ്റ് ലാംഗ്വേജസിലൊക്കെ ചിലപ്പോൾ കാണുന്നുണ്ട് ഭയങ്കര ഗ്ലാമറസ് അല്ലെങ്കിൽ ഇങ്ങനെ പെപ്പി, ലൈക്ക് വെരി ഫേക്ക് ഇസ് എ റൈറ്റ് വേർഡ്. ഐ കാൺ ഡു ഫേക്ക്. എനിക്ക് ഫേക്കായിട്ട് ചെയ്യാൻ പറ്റത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ തമിഴും തെലുങ്കിലൊക്കെ പിന്നെ മീര കുറെ അങ്ങനെ കുറച്ച് സിനിമകളൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ശ്വാസം മുട്ടിയാ ചെയ്തിട്ടുള്ളൂ, എനിക്ക് ഇഷ്ടമില്ലാതെ ചെയ്തിട്ടുള്ളൂ. യു ആർ നെവർ കംഫർട്ടബിൾ? നോ, ഐ വാസ് നെവർ കംഫർട്ടബിൾ. ഐ യൂസ്ഡ് ടു ലൈക്ക് അങ്ങനെയായിരുന്നു. ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്നുള്ളതാണ്.